നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ മഹാലക്ഷ്മി പൂജയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാലക്ഷ്മി ദേവി സൗമ്യവതിയും സർവോചിതമായിട്ടുള്ള എല്ലാവിധ പൂജകൾക്കും പ്രാധാന്യപരമായിട്ട് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മഹാലക്ഷ്മി ദേവിയുടെ പൂജയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ദാമ്പത്യപരമായിട്ടുള്ള കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃബന്ധ സംബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാവിധ വ്യാധികളും മാറാനും സൗമ്യപ്രദായിനിയും അഭീഷ്ടസിദ്ധി ദേവിയുമായ സാക്ഷാൽ സത്യസ്വരൂപിണിയായ മൂകാംബിക അമ്മയുടെ അവതാരപ്രിയ സ്വരൂപമായി നിൽക്കുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു ദേവിയുടെ അനുഗ്രഹം നമ്മളുടെ എല്ലാം കൃപാകടാക്ഷങ്ങളാൽ നമ്മൾക്കുണ്ടാവുകയും തുടർന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം ചെയ്യുക, അതും നിർമ്മാല്യ ദർശനത്തോടുകൂടി ഉഷപൂജയും ഉച്ചപൂജയും ദീപാരാധനയും കണ്ടു തൊഴുത് വൈകുന്നേരം ലളിത സഹസ്രനാമാർച്ചന നടത്തിയും പാൽപായസ നിവേദ്യങ്ങൾ നടത്തിയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദേവിയെ സങ്കല്പിച്ച് തിർമ്മധന വഴിപാടുകൾ നടത്തിയും പാലും പഴവും വെച്ച് ഇതൊക്കെ നമ്മുടെ പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലും പോയി നമുക്ക് യഥേഷ്ടപരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാം. ഇതിൽ സൗഭാഗ്യപൂജ എന്ന് പറയുന്നൊരു സാന്നിധ്യം കൂടിയുണ്ട്. ഈ മഹാലക്ഷ്മി പൂജ ഒട്ടുമുക്ക ആളുകളും ചെയ്തു വരുന്നത് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അതിലുപരി ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയാണ് മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുന്നതും അല്ലെങ്കിൽ മഹാലക്ഷ്മി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിൽ മറഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ കുടുംബപരമായിട്ടുള്ള എല്ലാ ജീവിത രീതികൾക്കും അത്യുത്തമമായിട്ടുള്ള, അതായത് ഒരു വിവാഹത്തിന് മുമ്പ് വരെയും താലി പോലും കൊണ്ടുവന്ന് പൂജിച്ചാൽ അത്രയ്ക്കും ഫലസിദ്ധമായിട്ടുള്ളതാണ് മഹാലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം. നമ്മളിന്ന് എവിടെ പോയി ഏത് പൂജകൾ ആരംഭിച്ചാലും അത് അവസാനിപ്പിക്കാൻ നേരത്തായാലും ദേവിയുടെ ഒരു കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ പൂജയ്ക്കായാൽ പോലും ഒരു ഫലപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ നമ്മളൊരു ഗണപതിഹോമോ ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തറക്ഷയോ അല്ലെങ്കിൽ ഒരു മൃത്യുഞ്ജയമോ അല്ലെങ്കിൽ ഒരു സുദർശനമോ, ഇതൊക്കെ ആയിരിക്കും നമ്മളുടെ ഓരോ ദൈനംദിനമായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ ഒരു പുതിയ ബാല്യകാഴ്ച സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾക്കായാലും നമ്മൾ ചെയ്തു വരുന്നത്. എന്നാൽ ഇവിടെ എല്ലാം ഈ പറയുന്ന പൂജകൾക്കനുസൃതമായിട്ട് ഒരു പൂജയും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഭൂമി പൂജ. ആ ഭൂമി പൂജ ചെയ്യാൻ നേരത്ത് അതിൽ പ്രധാനപരമായിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഒരു സാന്നിധ്യമാണ് മഹാലക്ഷ്മി ദേവി. മഹാലക്ഷ്മി ദേവിയുടെ പൂജ ചെയ്യാതെ ഒരു പൂജയും പൂർത്തീകരിക്കാൻ പറ്റത്തുമില്ല. ഏത് പൂജകൾ വീട്ടിൽ നടത്തിയാലും അവസാനം മഹാലക്ഷ്മിയെ പൂജിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കർപ്പൂരാരാധന നടത്തിയാൽ തന്നെ അതിൻ്റെ ഫലവും. അതിന് എത്ര രൂപ ചിലവാക്കിയാൽ എങ്കിലും ഇന്ന് കുടുംബപരമായിട്ടുള്ളൊരു ഐക്യത എന്ന് പറയാൻ നേരത്ത് ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും യഥേഷ്ടം നമുക്ക് എന്താ ഇവിടെ വേണ്ടത്? സാമ്പത്തികമാണ്. അത് ബിസിനസ് ചെയ്താലും അതിലുപരി നമ്മൾ ഏത് ജോലി ചെയ്താലും ഈ സാമ്പത്തിക വർധനം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി മുമ്പോട്ട് പോകാൻ നേരത്ത് പിന്നീട് നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളൊന്നും ഒരു ദേവന്മാരെയല്ല നമുക്ക് അപ്പോഴ് എല്ലാ ദേവന്മാരും ദേവിമാരെയും നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓടി നടന്ന് പ്രാർത്ഥിക്കും. ഇതൊന്നും ഇല്ലാതെ പുതിയതായിട്ടുണ്ടാവാൻ വേണ്ടി കിടന്ന് ഓടുന്ന ആളുകൾക്ക് ഈ ഒരു ദേവി പൂജയും ഈ ഒരു ദേവിയുമായിട്ടുള്ളൊരു ഇരിപ്പ് വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവിയുമായിട്ടുള്ളൊരു ഭക്തബന്ധം നമുക്കുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആ ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടായിരിക്കും. അതിലുപരി നമ്മുടെ പ്രസ്ഥാനത്തായാലും നമ്മുടെ വീട്ടിലായാലും പടം വെച്ച് പൂജിച്ചാൽ തന്നെയും ശാന്തിയും സമാധാനത്തോടു കൂടി ദേവിമാരുടെ ഫോട്ടോ വെച്ച് പൂജിക്കുന്നതിനകത്ത് ഏറ്റവും സൗമ്യവും ശാന്തവും
സർവ്വ ഐശ്വര്യവും നമുക്ക് തരുന്ന ഏക ഒരു രൂപവും ഏക ഒരു ചിത്രവും നമുക്ക് ഈ മഹാലക്ഷ്മിയെ തന്നെയാണ് ഫോട്ടോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ പരിണാമത്തിലിരിക്കുന്ന ആ പിന്നെ പൂർണ്ണേശ്വരിയായിട്ടിരിക്കുന്ന ആ ദേവിയുടെ ഒരു സാന്നിധ്യം നമ്മളിലേക്ക് ഉണ്ടാകുന്നതും, നമ്മൾ എവിടാണോ ആ ദേവിക്കൊരു പീഠം കൊടുത്ത് പൂജ നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ദേവിയുടെ ചൈതന്യം പരിലസിച്ച് നമുക്കത് പൂർത്തീകരിച്ച പൂജയുടെ ഒരു ഫലം നമുക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടായിരിക്കും. അതിലുപരി നമ്മൾ ഈ ദേവിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം നിത്യവും വിളക്ക് കത്തിക്കാൻ നേരത്തായാലും നിത്യപ്രാർത്ഥനയിലായാലും അത് ആ ഒരു നാമജപം മനസ്സിൽ ഉരുവിടുകയും, കൂടാതെ നമ്മുടെ പക്കനാൾ വരുന്ന സമയങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് മഹാലക്ഷ്മി പൂജകൾ ചെയ്യുന്നതും, വെള്ള പുഷ്പം കൊണ്ടുള്ള പൂജാതി കർമ്മകാര്യങ്ങളും, വെള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും, വെള്ള വസ്ത്രത്തിൽ പിന്നെ പട്ടുടയാടകൾ തയ്ച്ച് ദേവീക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നതും, ഒരു വെറ്റിലയിൽ ഒരു പാക്കും ഒരു ദക്ഷിണയും വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതും ഒക്കെ അത്യുത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. സിന്ദൂരം കൊണ്ടുപോയി പൂജിക്കുന്നതും, അത് തിലകമായിട്ട് അണിയുന്നതും, പഠിക്കുന്ന കുട്ടികൾക്ക് കളഭം മേടിച്ച് കൊടുത്ത് പൂജിച്ച് അത് നിത്യവും തൊട്ട് കുറിയായിട്ടിട്ട് കൊണ്ടുപോയി പഠിക്കുന്നതിനും, ഇതിനൊക്കെ സർവോപരി എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ പ്രസ്ഥാനം മാത്രമല്ല, ആരുടെ മാത്രമല്ല, ബിസിനസ് മാത്രമല്ല, സർവോപരി ഒരു മനുഷ്യരാശിയിൽ മനുഷ്യന് വേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും ഈ ദേവി നമുക്ക് അത്യാവശ്യ ഘടകമാണ്. പക്ഷേ നമ്മളുടെ ഓരോ ദശാസന്ധി അനുസരിച്ചായാലും മറ്റുള്ള ഓരോ പൂജകളിലായാലും നമ്മളിതാരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ വിചാരിക്കുന്നത് മഹാലക്ഷ്മി അത് സാമ്പത്തികം തരുന്നതിന് വേണ്ടിയാണ്. സാമ്പത്തികം മാത്രമല്ല, ആദിപരാശക്തി ദേവിയുടെ ഒരു അവതാര ഭാഗമാണെന്നെങ്കിൽ തന്നെയും പരിപൂർണമായിട്ടുള്ള ചൈതന്യങ്ങളും പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് ഫലപ്രാപ്തിയിൽ തരാനായിട്ട് കഴിവുള്ള ഭഗവതിയും കൂടാണ്. അപ്പം ആ ശ്രീചക്രരാജ പൂജകൾ ചെയ്യുന്നതും സൗഭാഗ്യ പൂജ നടത്തുന്നതും സർവോപരി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും. അതിലൊരു മാറ്റവുമില്ല. പൂർണ്ണമായിട്ടും ദേവിയെ ഉപവസിക്കുക, അതും വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്രദർശനം ചെയ്ത് ആ പൂജാതി കർമ്മകാര്യങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലസിദ്ധി ഉണ്ടായിരിക്കും. അതിലൊരു സംശയവുമില്ല.